അപ്പോൾ നമുക്കറിയാമല്ലോ, ലോകത്തിലെ കൂടുകൂട്ടി മുട്ടയിടുന്ന ഒരേ ഒരു പാമ്പാണ് രാജവെമ്പാല. അത് മഴയ്ക്ക് തൊട്ട് മുമ്പെയാണ് ഇവർ കൂടുകൂട്ടി മുട്ടയിടുന്നത്. ഒന്ന് ഓർത്ത് നോക്കണം, 1-2 ദിവസം എടുത്തിട്ടാണ് ഇവർ ഈ ഇലകളെല്ലാം കൂടെ കൂട്ടിയിട്ടൊരു ഇങ്ങനൊരു മൗണ്ട് പോലൊരു നെസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ നെസ്റ്റിന്, ആ മൗണ്ടിൻ്റെ അകത്താണ് ഇവർ 20-40 മുട്ടകളൊക്കെ ഇവർ ഇടുന്നത്. അപ്പം മഴയുള്ള സമയത്താണ് ഈ നെസ്റ്റിൻ്റെ അതൊന്ന് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്നത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഒന്ന് ഓർത്തേക്കും, നമുക്ക് വീടുകളൊക്കെ ഉണ്ട്, നമ്മുടെ ഓടിറ്റ വീടുകളും കോൺക്രീറ്റ് വീടുകളൊക്കെ ഉണ്ട്. അത് എത്ര നല്ല വീടുണ്ടാക്കി വെച്ചാലും ചില സമയത്തൊക്കെ ചോർന്നൊലിക്കാറുണ്ട്, നമ്മളല്ലേ വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ കിങ് കോബ്രയുടെ നെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 1-2 ദിവസം എടുത്ത് ഇലകൾ മാത്രം, അല്ലെ ഡ്രൈ ആയിട്ടുള്ള ലീഫുകൾ മാത്രം ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് ഒരു മൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ അകത്ത് മുട്ടയിരുന്ന് കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും ഈ മുട്ടയിൽ എത്തത്തില്ല. കാരണം ഈ വെള്ളം മുട്ടയിലോട്ട് കയറി കഴിഞ്ഞാൽ ആ മുട്ട മുഴുവൻ ഡാമേജ് ആയിപ്പോകും. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ എത്ര ബ്രില്യൻ്റ് ആയിട്ടാണ് ഈ കൂട് ഇവരിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു തുള്ളി വെള്ളം പോലും അകത്ത് കയറാത്ത രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. ഇവർ കൂടുണ്ടാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം സ്ലോപ്പുള്ള സ്ഥലങ്ങൾ അവർ തിരഞ്ഞെടുക്കാറില്ല. വെള്ളം കെട്ടിക്കിടക്കുന്നതെന്ന് പറഞ്ഞാൽ 2 മലയുടെ അവിടെ നിന്ന് വെള്ളം ഒഴുകി വന്ന് കിടക്കുന്ന സ്ഥലത്ത് അവരിങ്ങനെ കൂടുണ്ടാക്കാറില്ല. നല്ല ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത്, അധികം വെയിലടിക്കുന്ന സ്ഥലത്തൊന്നും കൂടുണ്ടാക്കാറില്ല. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഷെയ്ഡ് വേണം, നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റിനകത്ത് ഇലകളും ഒക്കെ കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇവർ കൃത്യമായിട്ട് കൂടുകൾ ഉണ്ടാക്കുന്നത്.